ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2004 ഫെബ്രുവരിയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനപ്പോൾ MBA ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കോളേജ്, എൻ്റെ കോളേജ് എന്ന് പറഞ്ഞാൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയാണ്. അവിടെ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് MBAക്ക്. ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഡൽഹിയിലേക്ക് ഒരു ക്യാമ്പസ് ടൂർ പോവുകയുണ്ടായി. ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്, കേരള എക്സ്പ്രസ്സിൽ. എന്നിട്ട് ഞങ്ങൾ ഡൽഹി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി ഏതാണ്ട് 9:30-ക്കാണ് ഞങ്ങൾ ട്രെയിൻ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടത്. ഞങ്ങളുടെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് വരുന്നൊരു പുലർച്ചെ ഞങ്ങൾ ഡൽഹിയിൽ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോട് കൂടി താജ്മഹൽ കാണണം, റെഡ് ഫോർട്ട് കാണണം, ഇന്ത്യ ഗേറ്റ് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി, പല പ്ലാനിങ്ങോട് കൂടി ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ മെജോറിറ്റി ആളുകളും തമിഴ്നാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാമ്പസിൽ നിന്ന് പോവുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പല യാത്രകളും ഇവരെന്നോട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഫസ്റ്റ് ഡേ നൈറ്റ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം ട്രെയിൻ യാത്ര നല്ല രീതിയിൽ തുടരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഏതാണ്ട് ഞങ്ങൾ ഉണർന്നപ്പോൾ ഞങ്ങൾക്കൊരു വിവരം കിട്ടിയത് എന്താ വെച്ചാൽ, ട്രെയിൻ കഴിഞ്ഞ കുറേ നേരമായിട്ട് ഒരേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലുള്ള ഒരു ദൊർണഗൽ എന്ന പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ധ്രാപ്രദേശിൽ കടുത്ത മഴയും പ്രളയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പോട്ടുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പാലം വെള്ളത്തിൽ കുത്തിയൊലിച്ച് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ പാലം നേരെയാക്കിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ പാലത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഫയർഫോഴ്സും ഇന്ത്യൻ ആർമിയൊക്കെ വന്ന് ആ പാലം ശരിപ്പെടുത്താൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ കാത്തു കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റേഷനാണ് ദൊർണഗൽ എന്ന് പറയുന്നത്. അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ ചെറിയൊരു സ്റ്റേഷനാണ്. ഏതാണ്ട് ഒരു അബണ്ടൻ്റ് ഒരു പരുവത്തിലുള്ള ഒരു സ്റ്റേഷനാണ്. അധികം ട്രെയിനൊന്നും നിൽക്കാറില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷേ ഇങ്ങനൊരവസ്ഥ ആയതുകൊണ്ട് ട്രെയിൻ അവിടെ കൊണ്ടുപോയി നിർത്തിയതാണ്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. ആ ട്രെയിൻ നിറച്ചും ആളുകളാണ്. ഒരുപാട് സ്ത്രീകളും വയസ്സായവരും കുട്ടികളും അങ്ങനെ ഒരുപാട് യാത്രക്കാർ ആ ട്രെയിനിനകത്ത് ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി കുറച്ചാണ് സമയം കഴിഞ്ഞപ്പോൾ. കാരണം ട്രെയിനിൻ്റെ അകത്ത് വെള്ളം തീർന്നു തുടങ്ങി, ഭക്ഷണ സാധനങ്ങൾ തീർന്നു തുടങ്ങി. പിന്നെ എന്താ പറയുക, അത് കുളിക്കാനോ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു അറിവ് കേട്ടു, ട്രെയിൻ തിരിച്ച് വന്ന വഴിയെ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിജയവാഡ വഴിതിരിച്ച് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടു. പക്ഷേ അപ്പോഴും വേറൊരു പ്രശ്നമുണ്ടായി. ഏതാണ്ട് ഉച്ചയോട് കൂടി ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് പുതിയൊരു വിവരം കിട്ടി. അവിടെയും ഈ ട്രെയിൻ തിരിച്ചു പോകേണ്ട ആ വഴിയിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് റെയിൽവേ ട്രാക്കൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോയി. ട്രാക്കൊക്കെ തകർന്നു. ആകെ ആ ഒരു റെയിൽ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് അറിയാണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയോ ഞങ്ങൾ ചെറുതായിട്ട് വാങ്ങി കഴിച്ചു, കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം വെച്ചുകൊണ്ട്. ഉച്ചയായപ്പോഴത്തേക്കും ട്രെയിനിനകത്തുള്ള ഫുഡെല്ലാം തീർന്നു. ട്രെയിനിൻ്റെ അകത്ത് പാൻട്രി ഉണ്ടാവുമല്ലോ, പക്ഷേ അവിടെയും ഒരു പരിമിതമായ സ്റ്റോക്കേ ഉള്ളൂ. എല്ലാം തീർന്നു, ഒന്നും കഴിക്കാൻ ബാക്കിയില്ല. ഞങ്ങളുടെ ഈ ട്രെയിനിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഹെലികോപ്റ്റേഴ്സ്, മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് തലങ്ങും വഴങ്ങും പായുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല, പക്ഷെ ഒരു റിസൾട്ട് കാണുന്നില്ല. അങ്ങനെ ആ ദിവസവുമായി അന്ന് വൈകുന്നേരമായി, രാത്രിയായി, പക്ഷെ ഒരു പുരോഗതിയുമില്ല. ഈ നേരം വെളുത്തത് മുതൽ ഞങ്ങൾ ഏകദേശം ഒരു 10-15 മണിക്കൂറായിട്ട് ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ, അതും ഒരു അബണ്ടൻ്റ് സ്റ്റേഷനിൽ എത്തിപ്പെട്ട് കിടക്കുകയാണ്. ഇരുട്ടാവാൻ തോറും പേടിയാവാൻ തുടങ്ങി ഞങ്ങൾക്ക്. കാരണം കുറേ ആളുകൾ പറയാൻ തുടങ്ങി, ഈ ആന്ധ്രാപ്രദേശിലെ ഒരു ദൊർണഗൽ എന്ന് പറയുന്ന ഈ പറയുന്ന സ്റ്റേഷൻ, ഈ വാറങ്കൽ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു സ്റ്റേഷനാണിത്. അത് ഏതാണ്ട് നക്സലൈറ്റ് ഏരിയയാണ്. അവിടെയുള്ള നക്സലൈറ്റുകൾ രാത്രി സമയങ്ങളിൽ നീങ്ങിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തന്നെ ചാടിക്കയറി കൊള്ളയടിക്കാറുണ്ട്. അതേസമയം ഈ ട്രെയിൻ അവിടെ പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട്, അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരുപാട് അസറ്റുകളുണ്ട്, പണമുണ്ട്, ആഭരണങ്ങളുണ്ട്. ഇതൊക്കെ കൊള്ളയടിക്കാം, ആളുകളെ കൊലപാതകം വരെ ചെയ്യാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട് കുറേശ്ശെ. വളരെ ദുരൂഹമായ, അടുത്തൊന്നും ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു ടൗൺ ഏരിയ ഒന്നുമല്ല, വളരെ റിമോട്ടായിട്ടൊരു വില്ലേജ് ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കടകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു വിളി കേൾക്കാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ട്രെയിൻ അവിടെ പെട്ടുകിടക്കുന്നത്. ഈ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ വിശന്നു തുടങ്ങി. കാരണം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കുറേ ബിസ്ക്കറ്റും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശപ്പ് വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഭക്ഷണം തേടി ഓരോ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും പോയവരൊക്കെ നിരാശരായിട്ട് തിരിച്ചു വരികയാണ്. വളരെ ദുരിതപൂർണമായൊരു ദിവസം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം.
അത് മുതിർന്നവർ പോലും അവരുടെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഏതാണ്ട് ഒരു രാത്രി 8 മണി 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പും ദാഹവും എന്താ ചെയ്യാമെന്നറിയാത്തൊരു സാഹചര്യം ഉണ്ടോണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടി ഈ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് കൂടി നമ്മൾ ഈ നക്സലറ്റുകളെല്ലാം വന്ന് ആക്രമിക്കുമോ എന്നുള്ള പേടിയും എല്ലാം കൂടി ആയിട്ട് വല്ലാത്തൊരു സാഹചര്യം. ഈ ട്രെയിൻ ഇനി അവിടുന്ന് എപ്പോൾ പുറപ്പെടുന്നു യാതൊരു നിശ്ചയമില്ല. ഇനി നമുക്ക് എപ്പോൾ ഭക്ഷണം കിട്ടും, ഇനി നമുക്ക് എപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ പറ്റും, നമുക്കിനി എപ്പോൾ കുളിക്കാൻ പറ്റും, ഒരു അറിവുമില്ല. യാത്ര തന്നെ വളരെ അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പുറപ്പെട്ട ഒരു യാത്ര വഴിമുട്ടി നിൽക്കുകയാണ്. എല്ലാം തകർന്ന് എങ്ങനെയും നാട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഏതാണ്ട് അന്ന് ഒരു 9 മണിയായപ്പോൾ നമുക്ക് ഒരു വിവരം കിട്ടി, നിങ്ങൾക്കുള്ള ഫുഡ് വരുന്നുണ്ടെന്ന്. ഒരു റെയിൽവേ ഗാർഡ് വന്ന് പറഞ്ഞിട്ട് പോയി, ആരും ബേജാറാവണ്ട, എല്ലാവരും സമാധാനമായിട്ടിരിക്കൂ, നിങ്ങൾക്കുള്ള ഫുഡ് വരുന്നുണ്ട്, ആരും ഇന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന്. അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. അയ്യോ ഫുഡോ എന്നിട്ട് പറയുന്നത് വളരെ സന്തോഷം തോന്നി. ഏതാണ്ട് ഒരു 9-9:30 മണിയായ സമയത്ത് ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ കയ്യിൽ കുറേ ഭക്ഷണ പൊതികളും മറ്റുമൊക്കെ ആയിട്ട് കുറേ പേര് അങ്ങോട്ട് വന്നു. വലിയ ഒരു പാത്രത്തിൽ കുറേ ഭക്ഷണ പൊതികളൊക്കെ നിറച്ചുകൊണ്ട് എല്ലാവരും കൂടി ഓടി വന്നു. അവർ ആ പാത്രം ഒരു സ്ഥലത്ത് വെച്ചു. എന്നിട്ട് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി വേഗം ഒരു പൊതിച്ചോറും ഒരു വാട്ടർ ബോട്ടിലും കൊടുക്കാൻ തുടങ്ങി. ഒരു ചെറിയ ഒരു 10 രൂപ വിലയുള്ള വാട്ടർ ബോട്ടിൽ, ഒരു പൊതിച്ചോറ് എല്ലാവർക്കും, എല്ലാ പാസഞ്ചേഴ്സിനും അതിനെ കൊടുക്കാൻ തുടങ്ങി. ഞാനത് വാങ്ങി, എൻ്റെ കയ്യിലത് കിട്ടി. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ലെമൺ റൈസ് ഉണ്ടല്ലോ, ലെമൺ റൈസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ലെമൺ റൈസും പിന്നെ എന്തോ അതിൻ്റെ കൂടെ കഴിക്കാവുന്ന എന്തൊക്കെയോ അച്ചാറ് പോലുള്ള സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. പിന്നെ ചെറിയ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അന്ന് ആ ഭക്ഷണം, ആ ഒഴിഞ്ഞ വയറിൽ, വിശന്നിങ്ങനെ കാളി നിൽക്കുന്ന ആ വയറിലേക്ക് ആ ഭക്ഷണം അങ്ങോട്ട് ചെന്നപ്പോൾ തോന്നിയ ആശ്വാസം ചെറുതൊന്നും അല്ലായിരുന്നു. നമ്മുടെ ആ വിശപ്പ് അവിടുന്ന് അടങ്ങി, എല്ലാം നമുക്ക് അടങ്ങി. അതിനുശേഷം ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് ഒരു മനസ്സും വയറും നിറഞ്ഞ പോലെ തോന്നി. അതിനുശേഷം അവർ ആ ഭക്ഷണം തന്നിട്ട് പോണ ആ ആളുകളോട്, ആ വോളണ്ടിയേഴ്സിനോട് ഞാനിങ്ങനെ ഒരാളെ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് ഇത്രയും വിഷമഘട്ടത്തിൽ വന്ന്, ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ഭക്ഷണം തരാൻ തയ്യാറായ ഒരു ട്രെയിനിലെ, ഒരു ദീർഘദൂരം ഓടുന്ന ഒരു വലിയ ട്രെയിനിലെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായ ഈ വലിയ മനസ്സിനുടമകളായ നിങ്ങൾ ആരാണ്? ഹൂ ആർ യു എന്ന് ചോദിച്ചു. അതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, വി ആർ JCI മെമ്പേഴ്സ് ഓഫ് വാറങ്കൽ ടൗൺ എന്നായിരുന്നു പറഞ്ഞത്. അന്നാണ് ഞാൻ ആ പേര് ആദ്യമായി കേൾക്കുന്നത്. JCs അഥവാ JCI, ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ. വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ മനസ്സിൽ അവർ ഒരു സന്നദ്ധ സംഘടനയുടെ ആൾക്കാരായിട്ടല്ല തോന്നിയത്, ദൈവം നേരിട്ട് പറഞ്ഞയച്ച മാലാഖമാരായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. അവർ ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട്, ഞങ്ങളെ ധൈര്യം പകർന്നുകൊണ്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾ വളരെ സുഖമായിട്ട് സംതൃപ്തിയോടെ കിടന്ന് ഉറങ്ങി. ഇനി നാളത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഒരുവിധം റെയിൽവേ ട്രാക്കെല്ലാം പുനഃസ്ഥാപിച്ച് ഞങ്ങൾ യാത്ര തുടരുകയും അന്ന് രാവിലെ ഒരു 9-9:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിൻ വീണ്ടും യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി കണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അതൊരു മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു. മറക്കാനാവാത്തൊരു ഭക്ഷണമായിരുന്നു ഞങ്ങളന്ന് കഴിച്ചത്. ആ വിശന്ന് വീർപ്പുമുട്ടിയിരിക്കുന്ന സമയത്ത് JCI എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രതിനിധികൾ ഞങ്ങൾക്ക് കൊടുന്നു ഒരു ആഹാരം. അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ പേര്, ഞാനന്ന് തീരുമാനിച്ചു, ഞാൻ നാളെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സ്വന്തം കാലം നിൽക്കാവുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ഒരു JCI മെമ്പറാകും. എന്നിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാത്രക്കാർക്ക് എന്നെക്കൊണ്ടൊക്കെ പറ്റുന്ന സഹായങ്ങൾ, ആർക്ക് വേണമെങ്കിലും, അത് യാത്രക്കാരാവട്ടെ, രോഗികളാവട്ടെ, മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാവട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അവരെ സഹായിക്കുമെന്ന് ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു. അതുപ്രകാരം ഞാൻ 2013 ഒരു JCI മെമ്പറായി ജോയിൻ ചെയ്തു. കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ആ മെമ്പർഷിപ്പിൽ, ആ ഒരു സംഘടനയിൽ ഒരു സജീവ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു സംഘടനയുടെ ലേബലിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും ശ്രദ്ധ പതിപ്പിക്കുന്നത് ട്രെയിനിങ് മേഖലയിലാണ്. എന്നെ നല്ലൊരു ട്രെയിനറാക്കിയത്, അത്യാവശ്യം സംസാരിക്കാനും അല്പസ്വല്പം പൊടിക്കൈകളൊക്കെ കയ്യിലുണ്ടായിരുന്ന ഒരാളായ എന്നെ നല്ല ലക്ഷണമൊത്തൊരു ട്രെയിനറാക്കി മാറ്റിയത്, എന്നോട് ഇതുപോലെ ഒരു സഭയിൽ, ഒരു ക്യാമറയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ വലിയൊരു സഭയ്ക്ക് മുമ്പിലോ പ്രസംഗിക്കാവുന്ന, നിർഭയം
പ്രസംഗിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് JC എന്ന് പറയുന്ന ആ ഒരു സംഘടനയാണ്, ആ ഒരു കൂട്ടായ്മയാണ്. എനിക്ക് ഒരുപാട് ഞാൻ പോലും കാണാത്ത എന്നെ തിരിച്ചറിയാനും എന്നെ മനസ്സിലാക്കാനും ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള വഴിയൊരുക്കിയത് JC എന്ന് പറയുന്ന സംഘടനയാണ്. എന്നെപ്പോലെ നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് നല്ല കഴിവുകളും പ്രതിഭാവിലാസങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾക്കും അത് പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള നല്ലൊരു വഴികാട്ടിയായിരിക്കും JCI അഥവാ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സംഘടന. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ മെമ്പർ ആവണം. ഇതിൻ്റെ അംഗത്വം എടുത്തുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാവുന്ന എല്ലാ നല്ല സേവനങ്ങളും ചെയ്യണം. JCI പല പല ലാഡറുകളിലായിട്ട് ഒരുപാട് സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ചാരിറ്റി ആയിട്ടും മറ്റു ട്രെയിനിങ് ആയിട്ടും മറ്റു ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിട്ടും കമ്മ്യൂണിറ്റി വെൽഫെയർ ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമ്മളൊക്കെ മരിച്ചു പോയതിനു ശേഷവും നമ്മുടെ പേര് ഈ ഭൂമിയിൽ അവശേഷിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സത്കൃത്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു JC ആയി എന്നതിൻ്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് കഥയല്ല, സംഭവ കഥയാണ്. എന്തായാലും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും മുമ്പോട്ട് വരാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. JCI പോലുള്ള ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ പിന്നീട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ ഞങ്ങൾ യാത്രക്കാർക്ക് എങ്ങനെയാണോ JCI ഭക്ഷണം തന്നത്, JCI വാറങ്കൽ ഭക്ഷണം തന്നത്, അതേപോലെ നമ്മുടെ 2018 ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ JCI മെമ്പേഴ്സ് അവർക്കൊക്കെ പോയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഫുഡുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചു. നമുക്കൊരു വലിയൊരു കടം വീട്ടിയൊരു പ്രതീതിയാണ് നമുക്ക് അന്നുണ്ടായത്. പക്ഷേ അന്ന് ആ കഴിച്ച ആ രാത്രി അവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ കടമൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല. അത് വിലമതിക്കാനാവാത്തതാണ്. എന്തായാലും JCI എന്നൊരു സംഘടന നമുക്കിടയിലുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള JCI സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളുമായിട്ടോ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളും ഈ സംഘടനയിലേക്ക് വരാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ സമൂഹത്തിന് നിങ്ങളാൽ കഴിയുന്ന നല്ല സേവനങ്ങൾ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.